സോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് HRF ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോ ഈ വീഡിയോ പർച്ചേസ് ചെയ്ത് മേടിച്ചവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇത് പർച്ചേസ് ചെയ്ത് ഈ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും കാണുന്നത്. ബാക്കിയുള്ള വീഡിയോസ് പുറകെ വന്നോളും ഫ്രീ ആയിട്ട്. സോ പേടിക്കേണ്ട. അതുപോലെ C++ൻ്റെയും വന്നോളും. സോ ഫസ്റ്റ് നമുക്ക് തുടങ്ങിയേക്കാം, സമയമില്ലേ. HTML കൊടുക്കുക. HTML കൊടുത്ത് തന്നെ എന്താ കൊടുക്കുക, ഹെഡ് ടാഗ് കൊടുക്കുക. ഹെഡ് ടാഗ് കൊടുത്തു. പിന്നെ നമ്മൾ എന്താ കൊടുക്കുക, ഹെഡ് ടാഗിനകത്ത് നമുക്ക് ടൈറ്റിൽ എഴുതാം. അപ്പോൾ ടൈറ്റിൽ ടാഗ് ഇട്ട് കൊടുക്കുക, TITTLE കൊടുക്കുക. ദെൻ ഇവിടെ എന്താ ഇപ്പോൾ മൈ സ്കൂൾ. കിട്ടിയ വഴിക്ക് 2 ടാബ് അങ്ങ് എടുത്ത് വെച്ചേക്കണം. ഒന്ന് മൈ സ്കൂളും ഒന്ന് സ്കൂൾ അഡ്രസ്സ് എന്നും പറഞ്ഞു. ഓക്കെ, അതിനകത്ത് മൈ സ്കൂളാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. ദെൻ ടാഗ് ക്ലോസ് ചെയ്യാൻ സമയമായി. സോ സ്ലാഷ് ഇടുക, TITTLE കൊടുത്ത് ക്ലോസ് ചെയ്യുക. ഇനിയുള്ള ടാഗ് ഏതാ, ബോഡി ടാഗ്. ബോഡി ടാഗിനകത്താണ് നമ്മൾ ഓൾട്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ബോഡി ടാഗിനകത്താണ്. സോ ബോഡി ടാഗ് ഇടുക. ബോഡി ടാഗിൻ്റെ അടിയിൽ നമുക്കൊരു സെൻറ്റർ കൊടുക്കാം, അതായത് സെൻറ്ററിലോട്ട് മാറി നിൽക്കാൻ സെൻറ്റർ ടാഗ് ഇടുക. ഇതിനകത്താണ് നമ്മൾ ഫോണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന HTML ബോഡി ടാഗിനകത്താണ്. സോ ഇനി നമുക്കൊരു H1 ടാഗ് കൊടുക്കാം, അതായത് വലിയ അക്ഷരത്തിൽ കാണിക്കാൻ വേണ്ടി ഒരു H1 ടാഗ് കൊടുത്തിട്ട് എന്താ കൊടുക്കാം, അവിടെ സ്കൂൾ പ്രൊവൈഡിങ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ അവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈപ്പ് ചെയ്യാൻ പറ്റിയല്ല, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അവർ സ്കൂൾ പ്രൊവൈഡിങ് കോഴ്സ് ഫോളോ അവർ സ്കൂൾ ഹാസ് ഫോളോയിങ് കോഴ്സസ്. അത് നമ്മുടെ സ്കൂളിലുള്ള കോഴ്സസ് ഏതൊക്കെയാണ് H1 ടാഗിനകത്ത് അങ്ങ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ആ കോഴ്സസ് അങ്ങ് എഴുതാം. 1 അതുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബയോ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. സോ അതിവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യാം. സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ BR ടാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ദ ലൈൻ. അതായത് ലൈൻ ബ്രേക്ക് ചെയ്യാനൊന്നും, ആ ലൈനൊന്നും ബ്രേക്ക് ചെയ്യാനല്ല, ഇതിനകത്ത് HTML ലൈൻ ബ്രേക്ക് ചെയ്യാൻ. അതായത് കളിയായില്ലേ. ഈ കമ്പ്യൂട്ടർ സയൻസും ബയോ സയൻസും ഇതുപോലെ തന്നെ താഴെ വേണം. ഇതെല്ലാം ഒറ്റ ലൈനിൽ വന്നാൽ ആർക്കൊന്നും മനസ്സിലാവത്തില്ല. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ബ്രേക്ക് ദ ലൈൻ, BR ടൂൾ. സോ BR ടൂൾ ഇടുക. എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സെൻറ്റർ ടാഗ് ഇല്ലേ, അതങ്ങ് ക്ലോസ് ചെയ്യണ്ടേ. സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്യുക. ഇതിപ്പോൾ ക്ലോസ് ചെയ്യണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിലോട്ട് ഇട്ടിട്ട് HRF ലിങ്കിനെയും കൂടെ നടക്കൂട്ടാക്കാം. മനസ്സിലായില്ലല്ലേ, കാണിച്ചുതരാം. ഇനി നമുക്ക് കൊടുക്കേണ്ട സാധനമാണ് HRF ലിങ്ക്. അതായത് A ടാഗിൻ്റെയാണ് HRF ലിങ്ക്. സോ A ടാഗ് ഇടുക, HREF കൊടുക്കുക. ദെൻ ഈക്വൽ ടു കൊടുക്കുക, കൊട്ടേഷൻ കൊടുക്കുക. നമ്മൾ രണ്ടാമത്തെ ടാബില്ലേ അതിനകത്ത് ഏതെടുത്ത് വെച്ചേക്കുന്നത്, ഇപ്പത്തുണ്ടോ സ്കൂൾ അഡ്രസ് .html. അതൊന്ന് അടിച്ചു കൊടുക്കുക. സ്കൂൾ അഡ്രസ് .html. ഇതാണ് സംഭവം. ദെൻ ഗ്രേറ്റർ ദാൻ. ഇനി മെസ്സേജ് കൊടുക്കണ്ടേ, ക്ലിക്ക് ഹിയർ ടു ഗെറ്റ്. നമുക്ക് സ്കൂളിൻ്റെ അഡ്രസ്സ് കിട്ടാനാണ് അടുത്ത പേജിലോട്ട് പോകേണ്ടത്. അതിനാണ് നമ്മൾ ആ ലിങ്ക് ഉണ്ടാക്കുന്നത്. സ്കൂൾ അഡ്രസ്. ഓക്കെ, ആൻഡ് A ടാഗ് അങ്ങ് ക്ലോസ് ചെയ്തേക്കുക. സോറി, ക്ലോസ് ചെയ്തേക്കുക. ഇത്രയേ ഉള്ളു. നമുക്കൊന്ന് ജസ്റ്റ് സേവ് ചെയ്തിട്ട് നോക്കാം. സോറി, മൈ സ്കൂൾ ഫയലിനകത്താണ് നോക്കണ്ടേ. ആൻഡ് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, HRF ലിങ്ക് വന്നിട്ടില്ല. വെയിറ്റ്, HTML ഓക്കെ. HRF ലിങ്കിൻ്റെ എവിടെയാണോ ഒരു മിസ്റ്റേക്ക് കാണുന്നത്. ഓക്കെ, വെയിറ്റ്. സോ ഗൈസ്, HRF ലിങ്ക് അതെ, A ടാഗ് കൊടുക്കുക, HRF കൊടുക്കുക, ഈക്വൽ ടു ഇടുക. നമ്മുടെ സ്കൂളിൻ്റെ, അതായത് രണ്ടാമത്തെ ടാബിൻ്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ദെൻ ഒരു മെസ്സേജ് പാസ് ചെയ്യുക. അത് കഴിഞ്ഞ് A ടാഗ് അങ്ങ് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ കാണിച്ചു തരാം ഈ സെൻറ്റർ ഇവിടെ കൊടുത്താൽ എന്താ കുഴപ്പമെന്ന്. സേവ് ചെയ്യാം, എടുക്കുക. ഇതാണ്ട ലിങ്ക് സൈഡിൽ വന്നിരിക്കുന്നത്. ഈ ലിങ്കിനെ നമുക്ക് നടുക്കോട്ട് മാറ്റണമെങ്കിൽ ഇവനെ എടുത്ത് താഴെ ഇട്ടാൽ മതി.
അവിടെ നമ്മൾ ഇച്ചിരി വൃത്തിക്കും മെനക്കൊക്കെ എഴുതണേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പേജിൽ ലിങ്ക് സെറ്റ് ആയിട്ടുണ്ട്. സോ എന്താ നമ്മൾ സെക്കൻഡ് പേജിൽ നമ്മൾ എന്താ എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും എഴുതണ്ട, അത് ആദ്യം സേവ് ചെയ്ത് കിടക്കുന്നതാണ്. സോ ഫസ്റ്റ് ഇതുപോലെ തന്നെ HTML കൊടുക്കുക, ഹെഡ് ടാഗ് കൊടുക്കുക, മൈ സ്കൂൾ കൊടുക്കുക, ഹെഡ് കൊടുക്കുക. ഈ ഹെഡിൻ്റെ താഴെയാണ്, അതായത് ഈ സെൻറ്ററിൻ്റെ ഇതിൻ്റെ നടുക്ക് നമ്മൾ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുക്കാം. ആ അഡ്രസ്സ് ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇതെടുക്കും. ആ അഡ്രസ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. HRF ലിങ്ക് ഞെക്കി കഴിഞ്ഞാൽ നമ്മളെ സ്കൂളിൻ്റെ അഡ്രസ്സ് കിട്ടും ഗെയ്സ്. സോ സേവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്നുകൂടെ റീഫ്രഷ് ചെയ്യാം. അത് സേവ് ആയില്ലേ? വെയിറ്റ്. ഓക്കെ, ഇപ്പോൾ സേവ് ആയപ്പോൾ നടുക്കോട്ട് വന്നിട്ടുണ്ട്, സെൻറ്ററിലോട്ട് മാറിയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കൂൾ അഡ്രസ് പാമ്പാക്കട, മൂവാറ്റുപുഴ, പിൻ നമ്പർ 12345. വാ, വെറൈറ്റി പിൻ നമ്പറില്ലേ. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. HRF ലിങ്ക് ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, കിട്ടിയ വഴിക്ക് ലാപ്പ് എക്സാമിന് കിട്ടിയ വഴിക്ക് 2 ടാബ് എടുക്കുക. ഫസ്റ്റത്തെ ടാബിൽ നമ്മൾ സ്കൂളിൻ്റെ ഇൻഫർമേഷൻ, അതായത് സ്കൂളിൽ എന്തൊക്കെ കോഴ്സ് കൊടുക്കാമെന്ന് എഴുതി കഴിഞ്ഞിട്ട് താഴെ ഒരു HRF ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പുറത്തെ ടാബിൻ്റെ അഡ്രസ്സും ഇതിന് കൊട്ടേഷൻ ഇട്ട് കൊടുക്കുക. അതായത് ആ ടാബിലോട്ട് നമുക്ക് പോകാൻ. ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ലിങ്കൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയോ? ഒരു ടാബിൽ നിന്ന് അപ്പുറത്തെ ടാബിലോട്ട് പോകും. അതായത് വേറൊരു ഡയറക്ടറിയിലോട്ട് നമ്മൾ കയറുവാണ്. ഡയറക്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. മീൻസ് ഇതൊരു ടാബാണ്, ഇതൊരു ടാബാണ്. ഈ ടാബിൽ ഈ ലിങ്കിൽ, അതായത് ഇവിടെ കൊടുത്തേക്കുന്ന ഈ അഡ്രസ്സ് ഇപ്പുറത്തെ ടാബിൻ്റെയാണ്. ഇത് ഇപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ ഫോൾഡറിലോട്ട് പോകണം. എളുപ്പത്തിൽ പറഞ്ഞാൽ ആ സ്കൂൾ അഡ്രസ്സിൻ്റെ ഫോൾഡറിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയത്. അപ്പോൾ ആദ്യം നമ്മൾ നിന്ന് എവിടെയാ? മൈ സ്കൂൾ എന്ന ഇതിൽ നിൽക്കുന്ന നമ്മൾ സ്കൂളിൻ്റെ അഡ്രസ്സ് ഇട്ടാൻ വേണ്ടി ഇതിലേക്ക് സ്കൂളിൻ്റെ അഡ്രസ്സ് ഇട്ടുക. ഇത്രേ ഉള്ളൂ. സോ കിട്ടിയ വഴിക്ക് 2 ടാബ് ഓൺ ആക്കി വയ്ക്കുക. ഫസ്റ്റത്തെ ടാബിൽ സ്കൂളിൻ്റെ കാര്യങ്ങൾ എഴുതുക, HRF ലിങ്ക് കൊടുക്കുക. സെക്കൻഡ് ടാബിൽ സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. സോ ഇത് കാണാൻ പറ്റും, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ആൻഡ് ബാക്കിയുള്ള വീഡിയോ പുറകെ വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്.